വേദിയിലിരിക്കുന്ന മഹത്തുക്കളെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് നമ്മളെ ഈ കൂടലും അവസാനം എവിടെ നിന്നുള്ള നമ്മളെ മടക്കും. ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ അധ്വാനം, അതിൻ്റെ ഒരു ഫലം ഭാവി തലമുറയ്ക്ക് വേണ്ടി അവർ ഒരുക്കി വെക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ നിന്ന് പിരിയുന്നത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്തുണ്ട്. അല്ലാഹു നൂറു സമാവാതി വൽ അർളി എന്ന് പറഞ്ഞ കുറച്ച് ദീർഘമായ ആയത്താണ്. അല്ലാഹുവാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പ്രകാശം. ആ പ്രകാശം നിലകൊള്ളുന്നത് ഒരു പ്രകാശ ഗോപുരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദീർഘമായിട്ട് പറയും. ഇതിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആയത്തിൻ്റെ അവസാനം, ഈ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കില്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇത് കൊടുക്കും, പ്രകാശം ലഭിക്കും. അവരാരാണ്, അവരെ എവിടെയാണ് ഉണ്ടാവുക എന്നും അതേ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ യുദ്കറ ഫീഹി ഇസ്മുഹു. അവരുണ്ടാവുക ഫീ ബുയൂത്തിൻ, ഭവനത്തിലാണ്, ഭവനങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഭവനങ്ങൾ അഥവാ പള്ളികളിലാണ്. അവർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആരാണ് അല്ലാഹുവിൻ്റെ ആ പ്രകാശം നേരിയ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ അറിയണമെങ്കിൽ സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് നിങ്ങൾ അത് ചെന്നാൽ അവരവിടെ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റ് നമസ്കാരത്തിലുള്ള ജമാഅത്തിന് അവരവിടെ ഉണ്ടായിരിക്കും. അവർക്ക് കാണാം അല്ലാഹുവിൻ്റെ ഗുണങ്ങൾ അല്ലാഹു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ഭവനം എന്നുള്ളത് നമുക്കൊരു വഴികാട്ടിയാണ്, നൂറാണ്, പ്രകാശമാണ്, നമ്മുടെ മുന്നിലുള്ള പ്രകാശമാണ്. ആ പ്രകാശം കെടാതെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട പണി ഇത് നമ്മുടേതാണ്. അതാണ് ഇനി നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ കാരണവന്മാർക്കും കൂടി നമുക്ക് പള്ളി ഉണ്ടാക്കി തന്നെ അത് സംരക്ഷിക്കുക എന്നുള്ളത്, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇനിയുള്ള തലമുറയുടെ, ഭാവി തലമുറയുടെ, ഇനി ജീവിക്കാൻ പോകുന്നവരുടെ കടമയാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഭവിഷ്യത്ത് അതുവഴി നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭവിഷ്യത്തുകളൊന്നും ഇല്ലാതെ തന്നെ ഈ പള്ളി കാരണമായിക്കൊണ്ട് അതുവഴി സ്വർഗത്തിലെത്താനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിനുള്ള പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രകാശിപ്പിച്ചു തരുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും പരിശ്രമം കൊണ്ടൊക്കെ പ്രവർത്തിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുന്നോട്ട് പോകാനുള്ള ഒരു വിശ്വാസീയതയായി, ഗൈഡൻസായി ഇത് ഇനിയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.